ഇദ്ദേഹത്തെ കളമശ്ശേരിയിൽ നിന്നും HMT പോകുന്ന റൂട്ടിൽ കണ്ടതാണ് വഴിയരികെ. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് HMTയിലേക്ക് വരുന്ന വഴി പുള്ളി ഓപ്പോസിറ്റ് വരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം പുള്ളി ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വീഴുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി ശരിക്കും ഒന്ന് ചരിഞ്ഞങ്ങ് വീണു. അപ്പം കയ്യിലൊരു ചെറിയ പൊതിയുണ്ട്. ആ നടത്തം കണ്ടു കഴിഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് വരുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വണ്ടി തിരിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി നിർത്തിയിട്ട് ഞാൻ കാര്യം അന്വേഷിച്ചു. അപ്പോൾ പുള്ളിയുടെ സംസാരത്തിലും എനിക്ക് കള്ള് കുടിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. വെള്ളമാണ് പുള്ളി ചോദിച്ചത്. അത് സോഡ കിട്ടിയാൽ ഒത്തിരി സന്തോഷമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ തണുപ്പിനായിരിക്കാം മേ ബി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് പോയിട്ട് ഒരു കടയിൽ പോയി സോഡയെല്ലാം വാങ്ങി ഉപ്പും കൊണ്ടുവന്നു ഇട്ട് കൊടുത്തു. അദ്ദേഹം കുടിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴും എനിക്ക് അദ്ദേഹം കുടിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് അങ്ങനെ അയാളോട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി ഒരു ബുള്ളറ്റിലൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ മറിഞ്ഞു വീണാണ്, പുള്ളിക്ക് എന്തോ വയ്യായികയുണ്ട്, ഇവിടെ അടുത്താണ് വീടെന്നൊക്കെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹമാണ് പറയുന്നത് ഈ പുള്ളി കള്ള് കുടിച്ചിരിക്കുന്നതാണ്. അതും പോട്ടെ, 2 വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ കടന്നു പോന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഇതേ ഡ്രസ്സ് വഴിയരികിലിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധമാണിത്. കാരണം നമ്മൾ വയ്യായിക കണ്ടിട്ട് സഹായിക്കാൻ പോകും, പക്ഷേ കള്ള് കുടിച്ചിട്ടുള്ള ക്ഷീണം കൊണ്ട് വെള്ളം ചോദിച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന് കള്ള് കുടിച്ചിട്ട ആളാണോ അല്ല വയ്യായികയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് സഹായിക്കാൻ പാടുള്ളൂ എന്ന് എനിക്കിതിൽ നിന്നൊരു പാഠമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തുതന്നെയായിരുന്നാലും കുറച്ച് നേരം അയാളുടെയൊക്കെ സംസാരിച്ചു, നല്ല രീതിയിൽ. പക്ഷേ അയാൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജോലി കാര്യങ്ങൾ തിരക്കി, ചെടി നടുന്ന ഇതായിരുന്നു. പിന്നെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ കൊണ്ടും കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാവാം. ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയും എനിക്ക് ഫീൽ ചെയ്തു. എന്ത് തന്നെ ആയിരുന്നാലും ഒരു മനുഷ്യന് ഒരു വെള്ളം വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. പക്ഷേ കൊടുത്തത് അർഹതപ്പെട്ട കൈക്കാണോ എന്നുള്ളതാണ്